നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്. ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. ഫ്രണ്ട്സ് സ്പോർട്സ് ക്ലബ് ഹാളിൽ മെഹഫിൽ ഓർക്കസ്ട്രയുടെ സംഗീത വിരുന്ന് നടന്നു. ഫ്രണ്ട്സ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മെഹഫിൽ ഓർക്കസ്ട്രയുടെ സഹകരണത്തോടുകൂടി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിച്ചു. ഗാന സദസ്സാണ് സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യദിന പരിപാടിയുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വിശ്വറപ്പുവിൻ്റെയും അതോടൊപ്പം ആസാദിൻ്റെയും ഗാനങ്ങൾ പോകുന്നത് അവർ പാടിയ ഗാനങ്ങൾ പോകുന്ന വലിയൊരു പരിപാടി. ഫ്രണ്ട്സ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ബി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട്സ് സ്പോർട്സ് ക്ലബിന്റെ സ്ഥാപക നേതാവ് ഉസ്താദ് എന്ന് വിളിക്കുന്ന AK ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവരെ ചടങ്ങിൽ അനുസ്മരിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA താഹ, AM നൌഷാദ്, മാധ്യമപ്രവർത്തകൻ MM സലീം, അബ്ദുള്ള മട്ടാഞ്ചേരി, ഷെരീഫ് അലി സാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒട്ടനവധി ത്യാഗോജലമായ പ്രവർത്തനങ്ങൾ ഫ്രണ്ട്സ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയിട്ടുണ്ട്. ഞാനൊക്കെ എന്നെ പോലെയുള്ള ഷംഷു, ഇതുപോലുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ ഏതാണ്ട് 8 വർഷം മുൻപാണ് ക്ലബിലെ അംഗമായി വരുന്നത്. അന്ന് ഈ ക്ലബിന്റെ അന്നത്തെ ജനറൽ ബോഡിയിൽ അന്നത്തെ ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്ന ഇതിന്റെ ഉത്ഭവസ്ഥനും കൂടിയായിരുന്ന AK ഇബ്രാഹിം, അദ്ദേഹം ഈ സംഘടനയുടെ പൂർവ ചരിത്രങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ച് സംസാരിക്കുകയുണ്ടായി. അതിങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം. അദ്ദേഹം ചെർലായിക്കടവ് ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അബു, വിളിപ്പേര് നൊണ്ടി അബു, അദ്ദേഹം വന്ന് ഉസ്താദിനോട് ഒരു ചീട്ടുകളിമുറി ഇവിടെ വിൽക്കുവാനുണ്ടെന്ന് പറഞ്ഞു. അന്ന് ചീട്ടുകളിമുറി എന്ന് പറഞ്ഞാൽ വിനോദങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്തുള്ളവർ ഉപയോഗിച്ചിരുന്നതാണ്. സാമ്പത്തികത്തിനും വിനോദത്തിനും വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പ്രദേശത്ത് ഒട്ടനവധി ചീട്ടുകളിമുറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് ഇവിടെ ആവശ്യമെന്ന് പറയുകയും അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുകയും ഈ ആശയത്തെ അന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിലെടുത്ത് പറയുമ്പോൾ ഒരു പ്രതിഷേധവും ഒരു പ്രതിസന്ധികളും ഇല്ലാത്ത രീതിയിൽ അന്നത്തെ ചെറുപ്പക്കാർ ഈ ആശയത്തെ ഏറ്റെടുത്തു. അങ്ങനെ ഈ സമൂഹ രംഗത്ത് പ്രവർത്തിക്കാൻ 101-ൽ പരം ആളുകൾ ഈ സംഘടനയിൽ മുന്നോട്ട് വന്നു. ആ പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന് വളരെ നിസ്സാരമായി കാണാൻ പറ്റില്ല. കാരണം തുടർന്ന് കൊച്ചിൻ മെഹഫിൽ ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറി. നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ, നായകരെ, പടനായകരെ, ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.